നമുക്കിന്ന് കണി ഒരുക്കിയാലോ. അപ്പം ഞാൻ കൃഷ്ണന് മേളിൽ നിന്ന് എടുത്തു കേട്ടോ. കൃഷ്ണൻ മേളിൽ വെച്ചൊക്കെയായിരുന്നു. എടുത്ത ഉടനെ പൊടിയൊക്കെ തട്ടി തുടച്ചൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കണി ഒരുക്കാൻ തുടങ്ങുകയാണ്. ഒരു പാത്രം ഉണ്ടല്ലോ, ഇത് ഈ പാത്രം കഴിഞ്ഞ വർഷം എവിടെയോ കൊണ്ട് വച്ചിരുന്നതാണ്. പിന്നെ പൊടിയടിച്ച് അങ്ങനെ അത് തുടച്ചെടുത്തു. പിന്നെ ഒരു ഹാരം വാങ്ങിയിട്ടുണ്ട് കൃഷ്ണന് വേണ്ടി. ഇതിൽ നിന്ന് കുറച്ചുകൂടി ചെറുതാണ് വാങ്ങാൻ പറഞ്ഞത്, കൃഷ്ണനെ പറ്റിയത്. പക്ഷെ അമ്മ വാങ്ങിയില്ല. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ എടുത്ത് വയ്ക്കാം. ഈ ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നൊരു സുഖം, പിന്നീട് അത് ആലോചിക്കുമ്പോൾ നമുക്ക് നാളെയും തിന്നാലോ എന്നൊരു സുഖം. പിന്നെ ഞാൻ അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പംകിൻ ഈ കണിയിലൊക്കെ കാണുന്നത്. അമ്മ ആദ്യമായിട്ടാണ് ഈ സംഭവം വാങ്ങുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഒരുക്കാന്ന് വെച്ചു, വേറെ ആരെയും വിളിച്ചില്ല. ഞാനാണ് ഒറ്റയ്ക്ക് ഒരുക്കി. കഴിഞ്ഞ വർഷം വരെ അച്ഛനാണ് ഒരുക്കിക്കൊണ്ടുവന്നത്. ഇപ്രാവശ്യമൊക്കെ ഞാൻ ഒരുക്കാന്ന് വെച്ചു. കൊണ്ടുവന്നപ്പം എന്ത് രസമുള്ള കണിക്കന്നുകളായിരുന്നു. ഇപ്പോൾ രാത്രിയായപ്പോൾ അതെല്ലാം വാടി ഉണങ്ങി കരിഞ്ഞു. അങ്ങനെ വാടി ഒരുക്കി കരിഞ്ഞതിന് ഞാനിങ്ങനെ കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. കുറേ പ്ലാൻ ഉണ്ടായിരുന്നു ഡെക്കറേഷൻ. പിന്നെ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഒതുക്കിയിട്ടോ. പിന്നെ കുറേ ദൂരത്ത് കിടന്നൊരു കുറച്ച് മഞ്ചാടിക്കുരുവൊക്കെ എടുത്ത് പറക്കിക്കൊണ്ട് വന്ന് വച്ചു. പിന്നെ ഒരു കുഞ്ഞു കൃഷ്ണൻ ഉണ്ടായിരുന്നു എൻ്റെ. ആ കുഞ്ഞു കൃഷ്ണനെയും ഞാൻ വെച്ചു. പിന്നെ പത്മനാഭ സ്വാമിയുടെ ചെറിയൊരു കുഞ്ഞു വിഗ്രഹം പോലെ ഉണ്ടായിരുന്നു, അതും വെച്ചോട്ടോ. അങ്ങനെ വലുതായിട്ട് ഡെക്കറേഷൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇച്ചിരി നല്ലൊരു സ്റ്റൈലിലൊക്കെ എനിക്ക് ഒരുക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കി വെച്ചു. പക്ഷെ ആ രീതിയിലൊന്നും നമുക്ക് അവസാനം ഒരുക്കാൻ പറ്റില്ല. അവസാനം എല്ലാം പഴയതുപോലെ തന്നെ ആവും. അപ്പോൾ ഓക്കെ, ബൈ.